ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. കണക്കിൻ്റെ ക്ലാസ്സാണ്. PSC കണക്കിൽ ശ്രേണികളുടെ ഒരു കണക്ക് വരും. അപ്പം നമുക്ക് കുറച്ച് ശ്രേണികൾ പഠിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കൂ, ഒരു ചോദ്യം: 0, 6, 24, 60, 120 ഡാഷ്. ഇതൊരു ശ്രേണിയാണ്. നമുക്ക് ഇവിടുത്തെ സംഖ്യയാണ് കാണേണ്ടത്. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ കുറച്ച് ബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിലത്തെ ഏതെങ്കിലും തരത്തിലായിരിക്കാം വരുന്നത്. ഒരു സംഖ്യ കൂട്ടി കൂട്ടി പോവുക, അല്ലെങ്കിൽ ഒരു സംഖ്യ കുറഞ്ഞു കുറഞ്ഞു പോവുക, ഒരു നിശ്ചിത സംഖ്യ കൂടി പോവുക, ഒരു നിശ്ചിത സംഖ്യ കുറഞ്ഞു വരിക. ചിലപ്പോൾ അഭാജ്യ സംഖ്യകളുടെ നിരയായിരിക്കും തരുന്നത്. അപ്പൊ നമുക്ക് അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് അറിയണം. ചിലപ്പോൾ വർഗ്ഗങ്ങൾ മാത്രമായിരിക്കും തരുന്നത്, അതായത് സ്ക്വയർ. മനസ്സിലായി? ചിലപ്പോ ക്യൂബുകൾ മാത്രമായിരിക്കും തരുന്നത്. ക്യൂബുകൾ മാത്രമായിട്ടുള്ള സംഖ്യകൾ നിരത്തി എഴുതിയിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് 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 പോയിരിക്കും. അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഹരിച്ച് 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 പോവുക. അതുമല്ലെങ്കിൽ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് കൂട്ടുക. ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് ഏതെങ്കിലും സംഖ്യ കൂട്ടി കൂട്ടി പോവുക. അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ ഗുണിച്ച് കുറഞ്ഞു കുറഞ്ഞു പോവുക. അങ്ങനെയാവാം. അതുമല്ലെങ്കിൽ വർഗം കണ്ട് കുറയ്ക്കലാവാം. ഏതെങ്കിലും ഓരോ സംഖ്യകളുടെ വർഗം എന്നിട്ട് ഓരോ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു പോവുക. അല്ലെങ്കിൽ വർഗം കണ്ട് കൂട്ടലാവാം. അതുമല്ലെങ്കിൽ ക്യൂബ് കണ്ട് കൂടി പോവലാവാം. അതുമല്ലെങ്കിൽ ക്യൂബ് കണ്ട് കുറഞ്ഞു പോവാലാവാം. അതല്ല, ഇനി വേറൊരിതുണ്ട്, ഇടവിട്ട ശ്രേണി എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ തരുന്ന ചോദ്യത്തിലുണ്ടല്ലോ, എല്ലാ സംഖ്യകളും എടുക്കാണ്ട് ഇടവിട്ട സംഖ്യകൾ തമ്മിൽ ഇത് കഴിഞ്ഞാൽ ഈ സംഖ്യ ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള ഈ 0 കഴിഞ്ഞാൽ 24 കഴിഞ്ഞാൽ 120, അതുപോലെ ഈ 6, അങ്ങനെ ഇടവിട്ടുള്ള സംഖ്യകൾ എടുക്കുന്ന ശ്രേണികൾ വരാം. ഇങ്ങനെ നമ്മൾ എല്ലാം പരിശോധിക്കണം. അപ്പൊ ഇങ്ങനെ കുറെ കണക്കുകൾ ചെയ്താലാണ് നമുക്ക് ഏകദേശം രൂപം വരുള്ളൂ ഇതിന്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ശ്രേണികൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം തന്നെ നോക്കാം. നോക്കിക്കോളൂ, നമുക്ക് ചോദ്യം എന്താ? 0, 6, 24, 60, 120. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് ക്യൂബുകളോട് അടുത്ത് വരുന്നതാ, അല്ലേ? ക്യൂബുകളോട് അടുത്ത് വരുന്ന. നോക്കൂ, 6, 8ന്റെ അപ്പൊ ക്യൂബുകൾ നമുക്കറിയാലോ, 2ന്റെ ക്യൂബ് 8. അപ്പൊ 8ന്റെ അടുത്ത് വരുന്നു. ഇത് നോക്കൂ, 24, 27ന്റെ അടുത്താണ് വരുന്നത്. 3ന്റെ ക്യൂബിൽ 27. അടുത്ത് നോക്കൂ, 60, 4ന്റെ ക്യൂബ് 64, 64ന്റെ അടുത്താണ് വരുന്നത്. 120, 125ന്റെ അടുത്താണ് വരുന്നത്. 5ന്റെ ക്യൂബാണ് 125, അതിന്റെ അടുത്താണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏകദേശം രൂപം കിട്ടി. ഇത് ക്യൂബുകളാണ്, ക്യൂബുകളായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് 1ന്റെ ക്യൂബ് എടുക്കുക, 1 കുറയ്ക്കുക. 2ന്റെ ക്യൂബ് എടുക്കുക, 2 കുറയ്ക്കുക. 3ന്റെ ക്യൂബ് എടുക്കുക, 3 കുറയ്ക്കുക. 4ന്റെ ക്യൂബ് എടുക്കുക, 4 കുറയ്ക്കുക. 5ന്റെ ക്യൂബ് എടുക്കുക, 5 കുറയ്ക്കുക. എന്ന് ചെയ്ത് നോക്കുക. 1 ക്യൂബ് 1 ആണല്ലോ, 1 കുറച്ചാൽ 0. എന്താ കിട്ടി? 2 ക്യൂബ് 8 അല്ലേ, 2 കുറച്ചു 6 കിട്ടി. 3 ക്യൂബ് 27, -3 24. 4 ക്യൂബ് 64, -4 60. 5 ക്യൂബ് 125, കുറയ്ക്കണം 5, 120. അപ്പൊ നമുക്ക് എന്താണ് ബന്ധം എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ അടുത്തത് എന്തായിരിക്കും? നോക്കൂ, ഇങ്ങനെ വരുമ്പോ അടുത്തത് 6 ക്യൂബ് -6 അല്ലേ? 6 ക്യൂബ് -6 ആയിരിക്കും അടുത്ത സംഖ്യ. 6 ക്യൂബ് എത്ര? 6 × 6 3 പ്രാവശ്യം നോക്കിയപ്പോൾ 216. കുറയ്ക്കണം 6 സമം 210. അപ്പൊ അടുത്ത പദം 210. മനസ്സിലായോ? അടുത്തൊരു ശ്രേണി നോക്കാം. 34, 39, 46 ഡാഷ് 70. നോക്കൂ, 34 + 5 ആണ് 39. 39 + 7 ആണ് 46, അല്ലേ? അപ്പൊ നമുക്ക് തോന്നും, 5 കൂട്ടുന്നു, 7 കൂട്ടുന്നു. അപ്പൊ അടുത്തത് ചിലപ്പോ 9 കൂട്ടുക, അല്ലെ? ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി പോവുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് 11 കൂട്ടണം. എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി 34, 5, 39, 39, 7, 46. അപ്പോ നമ്മൾ വിചാരിച്ച പോലെയാണെങ്കിൽ 46 9 കൂട്ടി എത്ര വരിക? 55. അപ്പൊ ഇവിടെ 55 വരിക, അല്ലേ? എന്നിട്ട് അടുത്തത് 11 കൂട്ടുണ്ട്. 55ഉം 11ഉം കൂട്ടി കഴിഞ്ഞാൽ എത്ര വരിക? 66. 70 കിട്ടില്ല. അപ്പൊ അതല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇത് അഭാജ്യ സംഖ്യകളാണ്, അല്ലേ?
5 7 ഇത് നമുക്ക് അറിയില്ല. ഇത് അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ അഭാജ്യ സംഖ്യകൾ കൂട്ടുകയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. 5ഉം 7ഉം കഴിഞ്ഞാൽ അടുത്ത അഭാജ്യ സംഖ്യ എത്രയായി? 5ഉം 7ഉം കഴിഞ്ഞാൽ അടുത്ത അഭാജ്യ സംഖ്യ 11. അപ്പൊ ഇനി അടുത്തത് 11 ആയിരിക്കണം. നോക്കാം. 11 കഴിഞ്ഞാൽ അടുത്ത അഭാജ്യ സംഖ്യ 13. ഇനി ഒന്ന് നോക്കാം നമുക്ക്. 34 5 39 39 7 46 46ഉം 11ഉം കൂട്ടിക്കഴിഞ്ഞാൽ 57. ഇവിടെ 57 വരും. ഇനി അടുത്തത് 13 അല്ലേ കൂട്ടുണ്ട്. 57ഉം 13ഉം കൂട്ടി നോക്കൂ, 70. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മുടെ ഊഹം ശരിയായി. എന്താ? അഭാജ്യ സംഖ്യകൾ കൂട്ടി പോവാണ് അല്ലെ. അപ്പൊ അടുത്ത് ഇവിടെ കൂട്ടേണ്ട സംഖ്യ 11 അപ്പൊ 46 + 11 = 57. മനസ്സിലായില്ലേ? അടുത്തൊരു ശ്രേണി നോക്കാം. 7 ഒരു ബ്രാക്കറ്റ് 256 9 5 169 8 10 7 ഈ ബ്രാക്കറ്റിന്റെ അടുത്ത സംഖ്യയാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, 7ഉം 9ഉം കൂട്ടിയ 16. 16ന്റെ വർഗ്ഗമാണ് 256. 16ന്റെ സ്ക്വയർ. 5ഉം 8ഉം കൂട്ടിയ 13. 13ന്റെ സ്ക്വയർ ആണ് 169 അല്ലെ. 7ഉം 9ഉം 16ന്റെ സ്ക്വയർ 256. 5ഉം 8ഉം കൂട്ടിയ 13ന്റെ സ്ക്വയർ 169. അതുപോലെ 10 + 7 അല്ലേ സമം 17. അതിന്റെ വർഗം 17 × 17 289. മനസ്സിലായില്ലേ? അടുത്ത ശ്രേണി ചെയ്യാം. 2 3 8 63 ഡാഷ്. സ്ക്വയറുകളോട് അടുത്ത പോലെ ഉണ്ട് അല്ലെ. വർഗങ്ങളോട് അടുത്ത പോലെ. നോക്കൂ, 64ന്റെ അടുത്താണ്, 9ന്റെ അടുത്താണ്, 4ന്റെ അടുത്താണ്. ഇതൊക്കെ പൂർണ്ണവർഗങ്ങളാ, അതായത് വർഗമൂലമുള്ള സംഖ്യകൾ. അപ്പൊ അതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. നോക്കൂ, 2ന്റെ സ്ക്വയർ എത്രയേ? 4. 1 കുറയ്ക്കൂ, 2 സ്ക്വയർ -1. അടുത്തെടുക്കൂ, 3 സ്ക്വയർ -1. അടുത്തെടുക്കൂ, 8 സ്ക്വയർ -1. 2 സ്ക്വയർ 4ന്ന് 1 കുറച്ചാൽ 3. 3 സ്ക്വയർ 9ന്ന് 1 കുറച്ചാൽ 8. 8 സ്ക്വയർ 64ന്ന് 1 കുറച്ചാൽ 63. കണ്ടോ? കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അടുത്തത് എന്തായിരിക്കും? 63 സ്ക്വയർ -1 അല്ലെ. 63ന്റെ സ്ക്വയർ 3969. രണ്ടക്ക സംഖ്യകളുടെ വർഗം കാണാൻ ഒരു എളുപ്പ വഴി ഞാൻ വേറൊരു വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ 63 × 63 ഗുണിക്കണം എന്നില്ല, എളുപ്പം കണ്ടുപിടിക്കാൻ ഒരു വഴി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വർഗം 3969 കുറയ്ക്കണം 1. ഉത്തരം 3968. മനസ്സിലായോ? ഇതൊരു ശ്രേണി ചെയ്യാം. 4 196 16 144 36 100 64 ഡാഷ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് മുഴുവൻ വർഗങ്ങളാണ്, സ്ക്വയറുകളാണ് അല്ലെ. 4 ഇതെല്ലാം വർഗങ്ങളാണ്. പക്ഷേ ഇടവിട്ട സംഖ്യകൾ തമ്മിൽ എന്തോ ഒരു ബന്ധം. നോക്കൂ, 4 16 36 64 196 144 100 ഇങ്ങനെ പോകുന്നു. ഇതെന്താ? 2ന്റെ വർഗ അല്ലെ. ഇത് 2 സ്ക്വയർ ആണ്, ഇത് 4 സ്ക്വയർ ആണ്, ഇത് 6 സ്ക്വയർ ആണ്, ഇത് 8 സ്ക്വയർ ആണ് അല്ലേ. ഇടവിട്ട സംഖ്യകൾ എടുക്കുമ്പോ 2 സ്ക്വയർ 4 സ്ക്വയർ 6 സ്ക്വയർ 8 സ്ക്വയർ, അതായത് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളാണ്. അപ്പോ അടുത്തതല്ല, നമുക്ക് അടുത്തതാണ് കാണേണ്ടത്. അപ്പൊ ഇതിലത്തെ അല്ല വേണ്ടത്. കാരണം ഇനി അടുത്ത സംഖ്യ എടുത്താൽ എന്താണ് ചെയ്യുക? ഇടവിട്ടതാ കിട്ടുക. അടുത്ത സംഖ്യയുടെ വർഗം എടുത്താൽ ഈ സംഖ്യ കഴിഞ്ഞിട്ട് അടുത്തതാ കിട്ടുക. അതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പൊ ഇനി ഇത് നോക്കുക, 196 14 സ്ക്വയർ ആണ് അല്ലേ. അടുത്തത് 14 സ്ക്വയർ കഴിഞ്ഞാൽ ഇത് 12 സ്ക്വയർ ആണത് 144 അല്ലെ. ഇത് 10 സ്ക്വയർ ആണ് 100. കണ്ടോ? 14 സ്ക്വയർ 12 സ്ക്വയർ 10 സ്ക്വയർ. അപ്പൊ അടുത്ത എത്രയായിരിക്കും? 8 സ്ക്വയർ ആയിരിക്കും അല്ലെ. 14 12 8 സംഖ്യകൾ കുറഞ്ഞു വരിക. അപ്പൊ അടുത്ത 8 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ് അടുത്ത ഇടവിട്ടിട്ട് അടുത്തത് വരെ എത്ര വരിക? 8 സ്ക്വയർ ആണ്. ഉത്തരം 64. മനസ്സിലായി? ശ്രേണി നോക്കാം. 2 5 12 27 58 ഡാഷ്. 2ന്റെ ഇരട്ടിയായിട്ട് എന്തോ ബന്ധമുണ്ട്. 2ന്റെ ഇരട്ടി 4 1 കൂട്ടിയാൽ കിട്ടുന്നുണ്ട്. 5ന്റെ ഇരട്ടി 10 അതിന്റെ അടുത്താണ്. 12ന്റെ ഇരട്ടി 24 അതിന്റെ അടുത്താണ്. 27ന്റെ ഇരട്ടി എത്രയായി? 54 അതിന്റെ അടുത്താണ്. അപ്പൊ ഏകദേശം ഒരു രൂപ കിട്ടി നമുക്ക്. അപ്പൊ 2 ഇരട്ടി പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. ഈ സംഖ്യ എടുത്തു 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുവോ?
അടുത്ത സംഖ്യ എടുക്കുക 5. ഇരട്ടി എടുത്ത് 2 കൂട്ടൂ. അടുത്ത സംഖ്യ എടുത്തു ഇൻറ്റു 2 പ്ലസ് അടുത്ത രണ്ട് സംഖ്യ അല്ലേ. അടുത്ത സംഖ്യ 27 വീണ്ടും ഇൻറ്റു 2. ഇവിടെ ഗുണിക്കേണ്ടതൊക്കെ 2 തന്നെ. പ്ലസ് അടുത്ത രണ്ട് സംഖ്യ 4. അടുത്ത സംഖ്യ 58 ഗുണിക്കേണ്ട സംഖ്യ 22 പ്ലസ് അടുത്ത രണ്ട് സംഖ്യ. ഇനി നോക്കാം 2 ഇൻറ്റു 2 4 പ്ലസ് 1 5. 5 ഇൻറ്റു 2 10 പ്ലസ് 2 12. ഇത് 24 3 27. ഇത് 54 4 58. ശരിയാണോ? 5 12 27 58. അപ്പൊ ഇത് ചെയ്ത അടുത്ത ഉത്തരമായി 2 ഇൻറ്റു 58 116 പ്ലസ് 5 121. മനസ്സിലായോ? നോക്കൂ 5 11 23 ഡാഷ് 95. 5 പ്ലസ് എത്ര കൂട്ടിയാ 11 കിട്ടും? 11 പ്ലസ് എത്ര കൂട്ടിയാ 23 കിട്ടും? നോക്ക് 5ഉം 6ഉം 11 അല്ലേ. 11ഉം 12ഉം 23 ആണല്ലോ. അപ്പൊ അടുത്തത് 23 പ്ലസ് നമുക്ക് നോക്കുമ്പോ 6 12 അടുത്ത സംഖ്യ 18 കൂട്ടാ തോന്നും അല്ലേ. 18 കൂട്ടി നോക്കൂ 23 8 31 10 41 വരും അല്ലേ. അടുത്തത് 41 പ്ലസ് അടുത്തത് കൂട്ടേണ്ട എത്ര വരിക? 1 6 26 12 3 6 18 24 ആണ് കൂട്ടേണ്ടി വരിക. ഇത് കൂട്ടി എത്ര വരിക? 65 വരിക. പക്ഷെ നമുക്ക് 95. അപ്പോ എന്ത് മനസ്സിലായി? 6 12 ശരിയാണ്, പക്ഷെ 6ന്റെ ഗുണിതങ്ങളല്ല. 6ന്റെ ഗുണിതമാണെങ്കിൽ 6 12 കഴിഞ്ഞാൽ അടുത്ത ഗുണിതം 18. അപ്പൊ 18 അല്ല കൂട്ടേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം 6 ഇൻറ്റു 2 12. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് ഇരട്ടി എടുത്ത് നോക്കാം. ഇനി 6ന്റെ ഇരട്ടി 12 കൂട്ടി, അടുത്ത 12 ഇരട്ടി 24. ഇനി കൂട്ടി നോക്കൂ 47 വരും ഇല്ലേ. 47 എന്നിട്ട് ഇവിടെ 47 ഇട്ടിട്ട് പ്ലസ് ഇനി 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. 6 ഇൻറ്റു 2 12 ഇൻറ്റു 2 24 ഇൻറ്റു 2 48. അപ്പൊ ഇവിടെ അത് 24 ഇരട്ടി 48 കൂട്ടി നോക്കൂ. 47 48 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 95 കിട്ടും. 95. ഇപ്പൊ മനസ്സിലായോ? അപ്പോ നമ്മള് എന്താണ് നമ്മുടെ ഉത്തരം? 47. മനസ്സിലായില്ലേ? അടുത്ത ശ്രേണി നോക്കാം. 3 12 30 66 ഡാഷ്. ഇരട്ടിയായിട്ട് എന്തോ ബന്ധം. 30ന്റെ ഇരട്ടി 60 ആണ്, 66 വന്നു. 12ന്റെ ഇരട്ടി 24 അതിന്റെ അടുത്താണ് അല്ലേ. അപ്പൊ ഇരട്ടിയായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നോക്കുക 3 ഇൻറ്റു 2 ഇരട്ടി എടുത്തു പ്ലസ് 6. നോക്കൂ ഇത് കുടിച്ച് 6 6 12 കിട്ടുന്നുണ്ട് അല്ലേ. അടുത്ത സംഖ്യ എടുക്കുക 12 വീണ്ടും ഇരട്ടി 6 തന്നെ കൂട്ടുക. 12 ഇരട്ടി 24 6 30 ശരിയാണ്. 30 ഇരട്ടി ഇൻറ്റു 2 പ്ലസ് കൂട്ടി പോണത് 6 തന്നെ. 60ഉം 6ഉം 66 ശരിയാവുന്നുണ്ട്. അപ്പൊ അടുത്തത് 66 ഇരട്ടി പ്ലസ് 6 66 ഇൻറ്റു 2 132 6 138. മനസ്സിലായോ? അടുത്ത ശ്രേണി നോക്കൂ. 2 3 5 7 ഡാഷ്. 2 3 5 7 അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ അടുത്ത എത്ര? 11. മനസ്സിലായി? അടുത്ത ശ്രേണി നോക്കൂ. 3 4 8 17 33. 3 പ്ലസ് എന്ത് കൂട്ടിയാൽ 4 കിട്ടും? 4 പ്ലസ് എന്ത് കൂട്ടിയാൽ 8 കിട്ടും? 8 പ്ലസ് എന്ത് കൂട്ടിയാൽ 17 കിട്ടും? 17 പ്ലസ് ഡാഷ് 33. 3ഉം 1ഉം 4 4ഉം 4ഉം 8 8ഉം 9ഉം 17 17ഉം 16ഉം 33. ഈ സംഖ്യകൾ എന്താ? വർഗങ്ങളാണ് അല്ലേ. 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 4ന്റെ സ്ക്വയർ 16. അപ്പൊ അടുത്ത 5ന്റെ സ്ക്വയർ കൂട്ടിയാൽ മതി. അപ്പൊ അടുത്ത സംഖ്യ എടുക്കുക 33 പ്ലസ് 5ന്റെ സ്ക്വയർ 25 അല്ലേ. കൂട്ടൂ എത്ര വരും? 58 ആണ് ഉത്തരം. മനസ്സിലായോ? ശ്രേണി നോക്കൂ. 7 28 63 124 215 342 511. ഞാൻ പറഞ്ഞു ക്യൂബുകൾ കുറച്ച് പഠിച്ചു വെക്കണം കേട്ടോ, 10 വരെയെങ്കിലും. ഇതൊക്കെ ക്യൂബുകളാണ്. ക്യൂബുകളല്ല, ക്യൂബുകളോട് അടുത്തുള്ള സംഖ്യകളാണ്. 8ന്റെ അടുത്താണ്. 8 2ന്റെ ക്യൂബാണ് അല്ലേ. 27ന്റെ അടുത്താണ് വരുന്നത്. ഇത് 64ന്റെ അടുത്താണ്. ഇത് 125ന്റെ അടുത്താണ്.
ഇത് 216ന്റെ അടുത്താണ്. ഒക്കെ ക്യൂബുകളുടെ അടുത്താണ്. ക്യൂബുകളുടെ അടുത്തത് മാത്രമല്ല, 8 1 കുറച്ചാൽ 7 അല്ലേ, 64 1 കുറച്ചാൽ 63, 125 1 കുറച്ചാൽ 124. മനസ്സിലാവുണ്ടോ? 2ന്റെ ക്യൂബ് 8 -1, 3ന്റെ ക്യൂബ് -1, 4ന്റെ ക്യൂബ് -1, 5ന്റെ ക്യൂബ് -1, 5ന്റെ ക്യൂബ് -1, 6ന്റെ ക്യൂബ് -1, 7ന്റെ ക്യൂബ് -1. അങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. 2 ക്യൂബ് 8 1 കുറച്ചാൽ 7 കിട്ടുന്നുണ്ട്. 3 ക്യൂബ് 27 1 കുറച്ചാൽ 26. അതാണ് കിട്ടാത്തത്. 4 ക്യൂബ് 64 1 കുറച്ചാൽ 63 കിട്ടി. 5 ക്യൂബ് 125 1 കുറച്ചാൽ 124. 6 ക്യൂബ് 216 1 കുറച്ച് 215. 7 ക്യൂബ് 343 1 കുറച്ച് 142. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ കിട്ടാത്തത് 28 അല്ലേ. 3ന്റെ ക്യൂബ് 27 1 കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇതിൽ ഒറ്റയാൻ. മനസ്സിലായോ? ഇത് ഒറ്റയാനെ കാണാനാണ്. കഴിഞ്ഞ ചോദ്യം ഒറ്റയാനെ കാണായിരുന്നു കേട്ടോ. ഒറ്റയാനെ കാണുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് കാണുക. നോക്കൂ, ഇതില് 31 മാത്രം എന്താണ്? അഭാജ്യ സംഖ്യ. 31ന്റെ ഘടകങ്ങളില്ല. ബാക്കി എല്ലാം ഘടകങ്ങളുള്ള സംഖ്യകളാണ്. 31ന് മാത്രം ഘടകങ്ങളില്ല. 1 31 മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ പറയും അഭാജ്യ സംഖ്യ. അപ്പൊ ഈ കൂട്ടത്തിൽ 31 മാത്രമാണ് അഭാജ്യ സംഖ്യ. അതാണ് ഒറ്റയാൻ. മനസ്സിലായോ? 5 10 17 ഡാഷ് ഇതൊക്കെ വർഗങ്ങളുടെ അടുത്താണ്. നോക്കൂ, 4ന്റെ 4 1 5 9 1 10, 16 1 17. അപ്പൊ വർഗങ്ങളോട് 1 കൂട്ടിയിരിക്കുകയാണ് അല്ലേ. 2 സ്ക്വയർ പ്ലസ് 1, 3 സ്ക്വയർ പ്ലസ് 1, 4 സ്ക്വയർ പ്ലസ് 1. നോക്കൂ, 2 സ്ക്വയർ 4 1 5 കിട്ടുന്നുണ്ട്. 3 9 1 10 കിട്ടുന്നുണ്ട്. 4 സ്ക്വയർ 16 1 17 കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്തത് എത്ര ആയിരിക്കും? 5 സ്ക്വയർ പ്ലസ് 1, 5 25 1 26. മനസ്സിലായില്ലേ? കഴിഞ്ഞ കണക്കുമായിട്ട് ബന്ധമുള്ള കണക്കാണ്. 3 8 15 വർഗങ്ങളുടെ അടുത്താ വരുന്നത് അല്ലേ. നോക്കൂ, 2 സ്ക്വയർ -1, 3 സ്ക്വയർ -1, 4 സ്ക്വയർ -1. 2 സ്ക്വയർ 4 നിന്ന് കുറച്ചാൽ 3, 3 സ്ക്വയർ 9 നിന്ന് കുറച്ചാൽ 8, 4 സ്ക്വയർ 16 നിന്ന് കുറച്ചാൽ 15 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അടുത്ത സംഖ്യ 2 3 4. 5 സ്ക്വയർ -1, 25 -1 24. മനസ്സിലാക്കി? അടുത്ത ശ്രേണിയല്ല, നമുക്ക് 4 × 4 = 22, 1 × 1 = 11, 9 × 9 = 33, 16 × 16 കാണണം. 4ന്റെ വർഗ്ഗമാണ്, അല്ല വർഗ്ഗമൂലം. 4ന്റെ റൂട്ട് 2. ഈ 4ന്റെ റൂട്ടും 2 ആണ്. അപ്പൊ 2ന്റെ റൂട്ട് കണ്ടാണ് ചേർത്തി എഴുതിയിരിക്കുകയാണ്. 1ന്റെ വർഗ്ഗമൂലം 1, 1ന്റെ വർഗ്ഗമൂലം 1 11. 9ന്റെ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം 3, 9ന്റെ വർഗ്ഗമൂലം 3 33. അപ്പൊ 16ന്റെ വർഗ്ഗമൂലം 4, 16ന്റെ വർഗ്ഗമൂലം 4. ഉത്തരം 44. മനസ്സിലായി? അടുത്ത ശ്രേണി 2 5 11 23 47. ഇരട്ടിയായിട്ട് എന്തോ ബന്ധമുണ്ട്. 2ന്റെ ഇരട്ടി 4ന്റെ അടുത്ത് വരുന്നുണ്ട്. 5ന്റെ ഇരട്ടി 10ന്റെ അടുത്ത് വന്നു. 11ന്റെ ഇരട്ടി 22ന്റെ അടുത്ത് വന്നു. 23ന്റെ ഇരട്ടി 46ന്റെ അടുത്ത് വന്നു. അപ്പോ 2 ഇട്ടിട്ട് ഇരട്ടി എടുത്തു +1. അടുത്തത് 5 ഇരട്ടി എടുത്തു +1. 11 ഇരട്ടി എടുത്തു +1. 23 ഇരട്ടി എടുത്തു +1. 47 ഇരട്ടി എടുത്ത് +1. നോക്കൂ, എത്ര വരും? 5, ഇത് 10 1 11, 12 22 1 23, 46 1 47 കിട്ടുന്നുണ്ടോ? 5 ഇല്ലേ? 5 11 23 47. അപ്പൊ അടുത്തത് 47 2 94, 94 1 95. മനസ്സിലായില്ലേ? അടുത്ത ശ്രേണി നോക്കൂ, 2 9 28 65. ക്യൂബുകളുടെ അടുത്താണ് അല്ലേ. 8ന്റെ അടുത്താണ്, 27ന്റെ അടുത്താണ്, 64ന്റെ അടുത്താണ്. അപ്പൊ എളുപ്പമാണ്. 1 ക്യൂബ് +1, 2 ക്യൂബ് +1, 3 ക്യൂബ് +1, 4 ക്യൂബ് +1. നോക്കൂ, 1ന്റെ ക്യൂബ് 1 1, 2, 2ന്റെ ക്യൂബ് 8 8 1 9, 3ന്റെ ക്യൂബ് 27 1 28, 4ന്റെ ക്യൂബ് 64 1 65. അപ്പൊ അടുത്ത സംഖ്യ 5 ക്യൂബ് +1 = 125 1 126. മനസ്സിലായില്ലേ? തൽക്കാലം ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ശ്രേണികളാണ് പഠിച്ചത്. പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ചോദ്യമെങ്കിലും അതിന് വരും ശ്രേണികൾ. അപ്പം നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലായിട്ട് വിചാരിക്കണം. ഇനി നമുക്ക് തുടരാം. അടുത്ത വീഡിയോയിൽ ഇനിയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പം അതെല്ലാവരും നോക്കണം, മനസ്സിലാക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.